നമ്മുടെ സുമോദണ്ണടുത്ത് ചോദിക്കാം നമ്മളെ വണ്ടി കൊടുക്കുന്നതിനെ പറ്റി. അണ്ണാ ഈ ചെറിയ വണ്ടി കൊടുക്കുന്നതിനെ പറ്റിയാണ് എന്താ പറയുക? വണ്ടി കൊടുക്കുമ്പോഴല്ലേ ഇപ്പൊ എല്ലാവരും പുതിയ വണ്ടി CNG ഞാൻ CNG എടുക്കുന്നില്ല, സെക്കൻഡ് വാഹനമാണ് ഞാൻ നോക്കുന്നത്. സെക്കൻഡ് വാഹനം CNG കിട്ടും, നല്ല വണ്ടി. CNG എനിക്ക് വേണ്ട, എനിക്ക് ഞാൻ നോട്ട് വിട്ടിരിക്കുന്നത് അതിൽ ഓട്ടോറിക്ഷയാണ്. പക്ഷെ നമുക്കത് കിട്ടുന്നില്ല. അതിൽ ഇപ്പൊ ചെറിയൊരു ഡിമാൻഡ് ഇപ്പൊ നിൽക്കുവാണ്. ഹായ്, അങ്ങനെ എൻ്റെ വണ്ടീൻ്റെ ടൗൺ പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സാധാരണ പഞ്ചായത്ത് വണ്ടിയാണ്. ഇപ്പം ഞാൻ ബീച്ച് സ്റ്റാൻഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ബീച്ച് സ്റ്റാൻഡിൽ വണ്ടി ഇടാം, നമ്മുടെ റാംപുറം സ്റ്റാൻഡിൽ ഇടാം. വളരെ അറിയാവുന്ന സ്റ്റാൻഡുകളിലൊക്കെ നമുക്ക് സ്റ്റാൻഡിൽ പിടിച്ച് ഓടാൻ പറ്റും. ടൗൺ പിടിച്ചൊന്നും എനിക്കിനി ഓടാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ പെർമിറ്റ് കൊടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വലിയ വണ്ടി, വലിയ ഓട്ടോറിക്ഷ എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. നമ്മുടെ ബീച്ചിൽ ചെറിയ വണ്ടിക്ക് വലിയ റോളില്ല. ബീച്ച് സ്റ്റാൻഡിൽ ആകെയുള്ള ഒരേ ഒരു ചെറിയ വണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയാണ്. പിന്നെ ഒരാളുടെ കൂടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, കുക്കുവിൻ്റെ. ആ വണ്ടിയും കച്ചവടമായി, പുള്ളിയും വലിയ വണ്ടി ഇറക്കുവാണ്. പിന്നെ ഞാൻ മാത്രമായിട്ട് ചെറിയ വണ്ടി ആക്കണ്ട, ഒരു വലിയ വണ്ടിയിലോട്ട് കയറാം എന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പെർമിറ്റ് തന്നെ നേരത്തെ കൊടുത്തു വെച്ചു. ഇനി ടൗൺ പെർമിറ്റുള്ള ഏതെങ്കിലും ആപ്പയോ അതിലോ ബജാജ് മാക്സിമയോ ഒക്കെ വരുമ്പോൾ അതെടുക്കാനാണ് പ്ലാൻ. ഈ വണ്ടി ഇപ്പം ഉടനെയൊന്നും കൊടുക്കത്തില്ല, ഇതിന് ടെസ്റ്റൊക്കെ ആകട്ടെ. ഇതിന് ഏകദേശം ഒരു 5-6 മാസത്തോളം ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഈ വണ്ടി എന്തായാലും കൊടുത്തേക്ക്. നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരുപാട് കണക്ഷൻസ് ഉള്ള ഒരു വണ്ടിയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആയിട്ട് നമ്മൾ ബീച്ചിൽ കിടന്ന് പോകണമെങ്കിൽ ചെറിയ വണ്ടിക്ക് റോളില്ല. അതായത് ഒരു ഫാമിലി വന്നതിന് ഒരു 4 പേര് വന്നാൽ പോലും വണ്ടി കയറ്റാൻ പറ്റണം. അല്ല 3 പേര് വന്ന് കയറിയിട്ട് ഒരാൾ ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ണമായിട്ടുള്ള ഓട്ടങ്ങളൊക്കെ എന്തായാലും മിസ്സാകുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയ വണ്ടി ഒഴിവാക്കിയിട്ട് വലിയ വണ്ടി നോക്കുന്നത്. വലിയ വണ്ടി നോക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പൈസക്ക് ഒതുങ്ങിയ രീതിയിലുള്ള വണ്ടിയെ എടുക്കത്തുള്ളൂ. അല്ല എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞു പൊന്നു വിലയുള്ള വണ്ടിയിൽ നിന്ന് എടുത്ത് ഓടാൻ നിൽക്കത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ പെർമിറ്റൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. കാണില്ലേ, 750 എൻ്റെ പെർമിറ്റ് നമ്പർ. അതെല്ലാം കളഞ്ഞിട്ടുണ്ട്. ബാക്കിലും കാണിച്ചു തരാം. കണ്ടില്ലേ, പെർമിറ്റ് ഇല്ല, ബ്ലാക്ക് അടിച്ചിരിക്കുവാണ് ഇപ്പോൾ അവിടെ. സുമോദണ്ണടുത്ത് ചോദിക്കാം നമ്മളെ വണ്ടി കൊടുക്കുന്നതിനെ പറ്റി. അണ്ണാ ഈ ചെറിയ വണ്ടി കൊടുക്കുന്നതിനെ പറ്റിയാണ് എന്താ പറയുക? വണ്ടി കൊടുക്കുമ്പോഴല്ലേ ഇപ്പൊ എല്ലാവരും പുതിയ വണ്ടി CNG ഞാൻ CNG എടുക്കുന്നില്ല, സെക്കൻഡ് വാഹനമാണ് ഞാൻ നോക്കുന്നത്. സെക്കൻഡ് വാഹനം CNG കിട്ടും, നല്ല വണ്ടി. CNG എനിക്ക് വേണ്ട, എനിക്ക് ഡീസൽ വാഹനമാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഡീസലാണെങ്കിൽ ഏത് വണ്ടി എടുക്കണം? വലിയ വണ്ടി ബജാജിന്റെ നോക്കട്ടെ, നമ്മുടെ പൈസക്ക് ഒതുങ്ങി പെർമിറ്റ് ഉള്ള രീതിയിലുള്ള വണ്ടി വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മാക്സിമം നല്ല വണ്ടിയാണ്, നല്ല വണ്ടിയാണ് മാക്സിമം. പക്ഷെ എൻ്റെ നോട്ടം അതിലോട്ടാണ്, എൻ്റെ നോട്ടം അതിലാണ് ഞാൻ നോക്കുന്നത്. തൻ്റെ അഭിപ്രായത്തിൽ താനിപ്പോൾ CNG വണ്ടിയല്ലേ ഓടുന്നത് പുതിയതായിട്ട് എടുത്തത്? അതിന് മുമ്പ് അതിലല്ലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. എന്താണ് തൻ്റെ അഭിപ്രായം അങ്ങനെ അതിൽ ഓട്ടോറിക്ഷനെ പറ്റി? എനിക്ക് അതിൽ ഓട്ടോറിക്ഷ എനിക്ക് ഇഷ്ടമുള്ള ഒരു വാഹനം തന്നെയാണ്. നല്ല വണ്ടിയാണ്. എൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, നല്ല വണ്ടി. അല്ല നമ്മളിപ്പോ ഈ നമുക്ക് ഈ ബീച്ചിൽ കിടന്ന് ഓടാൻ പറ്റുന്നില്ല ഈ അന്തരീക്ഷത്തിൽ. ഈ ചെറിയ വണ്ടി ഇപ്പം എല്ലാവർക്കും വലിയ വണ്ടി ആയല്ലോ, CNG ആയി മാക്സിമ. എല്ലാരും വലിയ വണ്ടിയിലോട്ട് കയറി, നമ്മൾ മാത്രമേ ഉള്ളൂ ചെറിയ വണ്ടിയായിട്ട്. അപ്പൊ പെർമിറ്റ് ഇപ്പൊ ഓൾറെഡി കൊടുത്തല്ലോ. ഓൾറെഡി നമുക്ക് പെർമിറ്റ് വേറെ വണ്ടിക്ക് ഉണ്ട് നമ്മുടെ. അപ്പൊ നമ്മൾ ഇനി എടുക്കുമ്പോൾ ഒരു പെർമിറ്റ് ഉള്ള തന്നെ ഒരു വലിയ വണ്ടി നോക്കുവാണ്. നല്ല വണ്ടി, അതിൽ നല്ല വണ്ടി വണ്ടിയല്ലേ, നമുക്ക് തീർച്ചയായിട്ടും എടുക്കാല്ലേ. ഞാൻ നോട്ട് വിട്ടിരിക്കുന്നത് അതിൽ ഓട്ടോറിക്ഷയാണ്. പക്ഷെ നമുക്കത് കിട്ടുന്നില്ല. അതിൽ ഇപ്പൊ ചെറിയൊരു ഡിമാൻഡ് ഇപ്പൊ നിൽക്കുവാണ്. അതിലിപ്പോ അത്യാവശ്യം ഒരു മാർക്കറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുവാണ്. തുടക്കം പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ വണ്ടി കൊടുക്കണമെന്ന് ഒട്ടും ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ നമ്മളൊരു കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മുടെ ബീച്ച് സ്റ്റാൻഡിൽ എൻ്റെ വീട് ഇവിടെ അടുത്തായിട്ട് തന്നെ വരും. ഇവിടെ കിടന്ന് ബീച്ച് സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നതുകൊണ്ട് നമുക്ക് എല്ലാവരും വലിയ വണ്ടിയായി, നമ്മൾ മാത്രം ചെറിയ വണ്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഒരുപാട് ദൂരത്ത് പോകുന്ന ഓട്ടങ്ങളെല്ലാം അടുത്ത വണ്ടിയിലോട്ട് മിസ്സായി പോകുന്നുണ്ട്, പുറം വണ്ടിക്കൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് നമ്മൾ പെർമിറ്റ് കൊടുത്തു വെച്ചത്. ഇനിയിപ്പോൾ ഉടനെയൊന്നും പെർമിറ്റിന് ആവശ്യം വരുന്നില്ല. ഈ ഒരു വണ്ടിയെല്ലാം മട്ടത്തിന് വരുവാണെങ്കിൽ അതെടുക്കും. ഓട്ടോറിക്ഷ അന്തരീക്ഷം അറിയാമല്ലോ നമ്മുടെ ഇവിടത്തെ. ഇപ്പോൾ ഓരോരോ നിയമങ്ങൾ വരുന്നത്, നിൽക്കുന്ന നിപ്പിലായിരിക്കും, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഓരോ നിയമങ്ങൾ വരുന്നത്. കൂടുതലും ഓട്ടോറിക്ഷക്കാർക്ക് കൊട്ടു വരുന്ന രീതിയിൽ, അതായത് ഡ്രൈവർമാർക്ക് കൊട്ടു വരുന്ന രീതിയിലാണ് ഓരോരോ നിയമങ്ങൾ നമ്മുടെ ഓരോരോ സാറന്മാർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഓട്ടോറിക്ഷ പ്രസ്ഥാനം എല്ലാവരും കൂടെ എന്തൊക്കെയോ കളിച്ച് നശിപ്പിച്ച് വെച്ചിരിക്കുവാണ്. ഇനിയിത് തുടർന്നിങ്ങനെ പോകുവാന്നറിയത്തില്ല. ഇപ്പം എന്താ പറയുക, ഒരുപാട് ആപ്പിൻ്റെ സഹായത്തോടെയൊക്കെ ഓട്ടോറിക്ഷയൊക്കെ ഇപ്പം എറണാകുളം ഓടുന്ന പോലെ ഇപ്പോൾ ആലപ്പുഴയൊക്കെ അങ്ങ് ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാറാട്ടെ, ഇനിയിപ്പോൾ ഉടനെ ഓട്ടോ വരും. എല്ലാം കൂടെ നശിപ്പിച്ച് വെക്കുന്നുണ്ട് എല്ലാവരും കൂടെ ഇന്നും അനുസരിച്ച് ഈ പ്രസ്ഥാനം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. എന്നാലും നമുക്ക് ഇതേപോലത്തെ എല്ലാം ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഓട്ടോറിക്ഷ വിശേഷമൊക്കെ ആയിട്ടൊക്കെ തുടർന്ന് ഇനിയും കാണാം.
ഓട്ടോ പൂർണ്ണമായിട്ടും ഈ ഫീൽഡിൽ നിന്ന് വിട്ടുപോകാൻ നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ഫീൽഡിൽ തന്നെ കാണാം, അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ നമ്മൾ കാണും. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.